ഈ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സംഭവമാണല്ലേ. ഞാനത് അനുഭവിച്ചിട്ടുണ്ടോന്ന് ഇല്ല. പക്ഷെ ഞാനത് മനസ്സിലാക്കിയത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മറിയം ബീവിയുടെ കഥ പറഞ്ഞപ്പോഴാണ്. മറിയം ബീവി ഈസാ നബിനെ വയറ്റിലുണ്ടായ സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ മറിയം ബീവിയുടെ പേറ്റുനോവ് മറിയം ബീവിയെ ഒരു ഈന്തമരത്തിന്റെ അരികിലെത്തിച്ച സംഭവം പറയുന്നുണ്ട് ഖുർആൻ. വേദന സഹിക്കാൻ കഴിയാതെ ആ ഈന്തമരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് പറ്റിപ്പിടിച്ചിട്ട് മറിയം ബീവി പറഞ്ഞുത്രേ, യാലൈതനി മിത്തു ഖബല ഹാദാ വകുൻതു നസിയം മനസിയ. പടച്ചോനെ, വേദന സഹിക്കണില്ല റബ്ബേ, എൻ്റെ കുട്ടി വെളിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ, എൻ്റെ ബോധം പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. പ്രസവ വേദന മറിയം ബീവിക്ക് പോലും സഹിക്കാൻ കഴിയുന്നില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറിയം ബീവി നിലവിളിച്ച ആ നിലവിളിങ്ങൾക്ക് കേൾക്കണം. ലേബർ റൂമിലേക്ക് പോയാൽ മതി. നമ്മളെ ഉമ്മമാര് നിലവിളിച്ച നിലവിളിയാണത്. വെറുതെ അല്ല തഴവ ഉസ്താദ് പാടിയത്. ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. അള്ളാന്റെ വിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞു, വഹ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മത്തി. നിങ്ങൾ കാരുണ്യപൂർവം നിങ്ങളെ ഉപ്പാക്കും ഉമ്മാക്കും വിനയത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം, വഖുർ റബ്ബി റഹമുഹുമാ കമാ റബ്ബയാനി സഗീറ. പടച്ചോനെ, എൻ്റെ ഉപ്പയും ഉമ്മയും ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണേ.